എണ്ണച്ചട്ടിക്ക് തീ കയറി പിടിച്ചു. എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റിയില്ല. കൊച്ചിന് എന്നെ വല്ലതും സംഭവിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മൂക്കൊക്കെ അങ്ങ് പോയി. 2 ദ്വാരം മാത്രമേ ഉണ്ടായിരുന്നു മൂക്കം. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്നെ അടുത്തേക്ക്. ഞാനിതുവരെ ആരോടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുഖം കാണാനായിട്ട് 6 മാസം കത്തി. എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ ഡബിൾ സക്സസ് ആയി. ആസിഫ് അലിയുടെ ചേച്ചിയാണ്. ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ട് ഡെസ്കിന്റെ പുറത്ത് കൊണ്ടുവച്ച ഒരു വ്യക്തിയുണ്ട്. സൂസൻ തിരിച്ച് കൗൺസിൽ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ തലയിൽ വെള്ളിടി കെട്ടി എന്നൊക്കെ പറയത്തില്ല, ആ ഒരവസ്ഥ. എനിക്കറിയില്ല. എന്റെ അടുത്ത ഫോട്ടോഷൂട്ടിൽ നയൻതാര വേണമായിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. സൂസൻ തോമസ്, ഡോക്ടർ മനു ഗോപിനാഥൻ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ABC മലയാളം ടോക്സിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്നായിരുന്നു കല്യാണം? കല്യാണമല്ല, അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അല്ല, കല്യാണമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്? ഇട്ട ക്യാപ്ഷൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് പേര് ഒരാൾ കൺഗ്രാറ്റ്സ് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഒന്നും നോക്കാതെ ഫോട്ടോസ് കണ്ടു, മാലയിട്ടിട്ടുണ്ട്, കല്യാണ ഡ്രസ്സിലാണ്. അപ്പോൾ പിന്നെ കൺഗ്രാറ്റ്സ് പറഞ്ഞ് അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് അത് രജിസ്റ്റർ ആയത് കല്യാണം. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇടുന്നു. അതെ, അത് നമ്മളൊരു സീരീസ് ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അതായത് സാധാരണ ഫോട്ടോഷൂട്ട്സ് വരുമ്പം ഒരു സെറ്റ് ഡ്രസ്സിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് അങ്ങനെയല്ലേ വരാറുള്ളൂ. ഇത് നമ്മളൊരു സീരീസ് ആയിട്ട്, അതായത് സേവ് ദ ഡേറ്റ്, വിവാഹം, ഹണിമൂൺ, അതിനുശേഷം 10 വർഷത്തിന് ശേഷമുള്ള സക്സസ്ഫുൾ ഫാമിലി ലൈഫ്, ഇത്രയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ വിവാഹം നമ്മൾ ഒഴിവാക്കി. കാരണം സക്സസ് ആയി. ഇപ്പം ഡബിൾ സക്സസ് ആയി. വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത നിങ്ങൾ അറിയുമ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? രണ്ടാമതിട്ട ഫോട്ടോസ് ആയിരുന്നു വിവാഹത്തിൻ്റെത് വന്നത്. സേവ് ദ ഡേറ്റിൻ്റെ ആ കൺസെപ്റ്റ് വെച്ചപ്പോൾ തന്നെ വിവാഹമാണെന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് ഒരു വലിയ ഞെട്ടലില്ലായിരുന്നു. കാരണം ഓൾറെഡി അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തുടക്കത്തിലൊരു ഞെട്ടലുണ്ടായിരുന്നു. സേവ് ദ ഡേറ്റിൻ്റെ അത് തന്നെ. പിന്നെ പേരൻസ് ആണ് കൂടുതൽ സഹിക്കേണ്ടി വന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ കോൾസ് ചെയ്യുന്നതും. ബന്ധുക്കൾ ഉൾപ്പെടെ പലരും എന്തേ കല്യാണത്തിന് വിളിച്ചില്ല ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അല്ല, വലിയൊരു അതിജീവനം നടത്തി വന്ന ആൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ചോദിച്ചത് മനുവിനോടാണ്. അപ്പൊ മനു ആ തരത്തിൽ അയാളെ മാർക്കറ്റ് ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ മാർക്കറ്റ് ചെയ്തതാണോ സത്യത്തിൽ മനു? സത്യത്തിൽ മാർക്കറ്റ് ചെയ്തൊന്നുമല്ല, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ യാതൊരു തരത്തിലുള്ള അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി ഞാൻ ഫോട്ടോഷൂട്ട്സൊക്കെ നോർമലി ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ കൂട്ടത്തിൽ നമുക്ക് നായികാ ദാരിദ്ര്യം എന്ന് പറയില്ലേ, ഒരു പുതിയ ഡയറക്ടർ അല്ലെങ്കിൽ പുതുതായിട്ട് ഒരാൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നായികാ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് എന്നെ പിടിച്ച് കരകയറ്റിയത് സൂസനാണ്. കാരണം സൂസനെ പോലെ ഒരു മോഡലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2-3 ഇതുണ്ട്. പബ്ലിക് എങ്ങനെ എടുക്കും എന്നുള്ളത് അറിയില്ല. പിന്നെ 2 സൂസൻ്റെ ഫ്യൂച്ചർ ലൈഫിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നറിയില്ല. ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ സൂസനോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ സൂസൻ ഓക്കെയാണ്. പിന്നെ നമ്മളൊരാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ നമുക്കൊരു മോഡലിനെ കിട്ടാൻ വേണ്ടി. അപ്പോൾ സൂസനെ പോലെ ഒരാളായപ്പോൾ ഒരുപാട് സന്തോഷം. സൂസൻ ഓക്കെ ആണോ സത്യത്തിൽ? ഓക്കെയാണ്. മനുവിന്റെ ഈ കല്യാണ വാർത്ത അറിഞ്ഞതിന് ശേഷവും സൂസൻ ഓക്കെ ആണോ? എപ്പോഴും ഓക്കെ. അല്ല, ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കുമോ? എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾ പ്രണയത്തിലാണോ? 2, നിങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുമോ? ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ യൂട്യൂബ് ചാനലിൽ വരെ എല്ലാം കല്യാണം അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മൾ ശരിക്കും പ്രണയത്തിലും അല്ല, വിവാഹം കഴിക്കാനുള്ള ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഈ സ്റ്റാർഡം കണ്ടിട്ടാണോ ഈ മനു വിളിക്കുന്നത്? എങ്ങനെയായിരുന്നു മനുവിന്റെ ഒരു കോള് വരുന്നത്? കുറേ നാളായിട്ട് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അല്ല, എന്താ അത് ഇത്രയും നാള് മനുവിന്റെ കോൾ അറ്റൻഡ് ചെയ്യാത്തതിന്റെ കാരണം? അറിയത്തില്ല. അതിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയത്തില്ല. ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സഞ്ചറിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അത്. എത്ര വർഷമായി? നമ്മൾ കണക്ഷനിൽ വന്നിട്ട് ഒരു 3 years ഒക്കെ ആയിട്ടുണ്ടാവും, 3 വർഷം. ആ ടിക്ടോക്ക് വഴിയാണ് ശരിക്കും കണക്ഷനിൽ വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ ആ ടിക്ടോക്കിന്റെ പ്ലാറ്റ്ഫോമിലെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ കുറേ രീതി പറയുന്നുണ്ടായിരുന്നു. കാരണം ഇതുവഴി സൗഹൃദങ്ങൾ നല്ലതല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊതുവെ പെൺകുട്ടികൾ ആൺകുട്ടികൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എതിർത്ത് കളയുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടിപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ വേറൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു. സൂസൻ ആ സമയത്ത് പാടിയൊരു പാട്ട്
ഞാൻ അങ്ങനെയാണ് സൂസനെ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആ പാട്ട് വൈറലായ സമയത്ത് ഞാൻ അപ്പോഴാണ് സൂസനോട് നമ്പർ ചോദിക്കുന്നത്. അപ്പം നമ്പർ തരുന്നില്ലല്ലോ. കുറച്ച് തവണ ചോദിച്ചു, നമ്പർ തരാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും ഭയങ്കര ജാടയായിരിക്കും. അങ്ങനെ തന്നെ വിചാരിച്ചു, ഭയങ്കര ജാടയാണ്. ഞാനൊരു പാവം, പക്ഷെ കോളൊന്നും എടുക്കില്ല. ആസിഫ് അലിയുടെ ചേച്ചിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജാടയാണ്, ഇനിയിപ്പം ഇതിൻ്റെ പുറകിൽ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കിയപ്പം നമ്പർ കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നമ്പർ എടുത്ത് അപ്പം തന്നെ വിളിച്ചപ്പം ഫസ്റ്റ് ടൈം ഫോൺ എടുത്തില്ല. കുറെ കാലം പുറകെ നടന്നതല്ലേ, പണ്ടും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കും അല്ലേ? കുറെ കാലം പുറകെ നടക്കുന്നവർക്ക് ചെറിയൊരു ശ്രദ്ധ കൊടുക്കും. അപ്പൊ കുറെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ അടുക്കി വെച്ചിട്ട് വെറുതെ ഇരിക്കും, മറുപടി കൊടുക്കില്ല. എന്നിട്ട് പിന്നെ എടുത്തു, സംസാരിക്കുമ്പോഴൊന്നും ഒരിക്കലും ഫോട്ടോഷൂട്ടിന്റെ കാര്യമൊന്നും ഡിസ്കഷനിൽ ഇല്ല. അപ്പോൾ കൺസെപ്റ്റ് വന്നിരുന്നത്, ഞാൻ പ്രണയാമൃതം എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രണയാമൃതത്തിന്റെ സീരീസിൽ ഒരു 12 പാട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ രണ്ടാമത്തതിൽ ശരിക്കും ഒരു ആസിഡ് അറ്റാക്ക് അങ്ങനെ ഒരു തീമായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പം സൂസന്റെ അപ്പിയറൻസ് വെച്ച് നോക്കുമ്പം അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നായിക. അപ്പം അങ്ങനെയാണ് സൂസനോട് ഞാൻ ചോദിക്കുന്നത്. അപ്പം സൂസൻ ഓക്കെ പറഞ്ഞു, ഞാൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ആ പ്രോജക്റ്റ് നടന്നില്ല. ശരിക്കും ആ പ്രോജക്റ്റ് നടക്കാതെ പോയിട്ട് പിന്നെ നമ്മൾ ആ സൗഹൃദം അങ്ങനെ നിന്നു. പക്ഷേ നമ്മുടെ ഇടയിൽ ഇങ്ങനെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊന്നുമില്ല. പക്ഷെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഫോട്ടോഷൂട്ട്സും അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയും, ഞാനും പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തവണ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൂസൻ ഫസ്റ്റ് അപ്പം തന്നെ കേട്ടപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതെന്താ സൂസൻ അങ്ങനെ ഫോട്ടോഷൂട്ടിന് ഓക്കെ പറഞ്ഞു അപ്പം തന്നെ? അതിനു മുമ്പേ എന്നെ അഘുരത എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ഷൈൻ്റെ ഒരു മോഡലായിട്ടാണ് അഘുരതയുടെ സെലക്ട് ചെയ്തായിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഓണത്തിനായിരുന്നു, എന്നോട് വീഡിയോ ഒക്കെ എടുത്ത് തരണമെന്ന് പറഞ്ഞു. ഒരു വീഡിയോ എടുത്ത് അപ്പം ഇത് എന്നെപ്പോലുള്ള കുറേ ആളുകളെ, അത് 100 പേരെങ്ങാണ്ടാന്ന് തോന്നുന്നു, സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി കൊറോണയുടെ ഇത് കൂടി നിൽക്കുന്ന സമയല്ലേ, അപ്പം എന്നോട് പറഞ്ഞു ഒരു വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വീഡിയോ എടുത്ത് കൊടുത്തു, അയച്ചു കൊടുത്തു. അത് FB പോസ്റ്റ് ചെയ്തായിരുന്നു. പോസ്റ്റ് ചെയ്ത് പിന്നെ മോഡലായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പം ചേച്ചി പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് ഒന്നും പറഞ്ഞും തന്നില്ല, എന്നെ വിളിച്ചുമില്ല. അപ്പോഴാണ് മനു വിളിക്കുന്നത്. പിന്നെ ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ചേച്ചി വിളിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സൂസനെ അത് കാണിച്ച മോശമായി പോയി, എന്താ അങ്ങനെ കാണിച്ചേ, എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെയും കുറ്റമല്ല എൻ്റെയും കുറ്റമല്ല, ചേച്ചി പിന്നെ അത് അന്ന് എനിക്ക് പറഞ്ഞു തരണമായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ ചേച്ചി പിന്നീട് അതിനെക്കുറിച്ചൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പോവണ്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ പറയണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ചേച്ചിക്ക് പറ്റത്തില്ല, പിന്നെ വൈറലായില്ലേ, സ്റ്റാറായി. അല്ല, സ്റ്റാർ ആയിരുന്നു അതിന് മുമ്പ് തന്നെ, അതിനുശേഷം വീണ്ടും സ്റ്റാറായി. ഈ വീണ്ടും സ്റ്റാർ ആക്കിയിട്ട് കുറേ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇതിനെ വലിച്ചഴിച്ചില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതെങ്ങനെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ? എനിക്ക് തോന്നുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്തു. അപ്പം കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുത്താണോ പിന്നെ ഇതിനെ രക്ഷിച്ചത്? അതെ, സൂസനെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിങ്ങിന്റെ ഒന്നും ആവശ്യം, സൂസൻ തിരിച്ച് കൗൺസിൽ ചെയ്തിട്ടുണ്ടാവും ഒരു പരിധി വരെ. പിന്നെ സൂസൻ എല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫോട്ടോഷൂട്ട് നമ്മളെ നോർമൽ ഒരു ഫോട്ടോഷൂട്ടായിട്ടാണ് അതെടുത്തത്. ഈ പറയുന്ന പോലെ പ്ലാനിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെയും തുടക്കമാണ്, അങ്ങനെ ആരുടെയും ഒരു ഗൈഡൻസോ അങ്ങനൊന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മുടെ ഓൺ ഐഡിയ വെച്ച് തുടങ്ങുക. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അതിനെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, അല്ലെ വൈറലാകുമോ, അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വളരെ അടുത്തറിയാവുന്നവരൊക്കെ കണ്ട് കമൻറ്റ് പറയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സാധനം വൈറലായത് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ അവരുടെ പോപ്പുലാരിറ്റി മീൻസ് അവരുടെ ചാനലും അവരുടെ FB പേജുകളൊക്കെ ഉണ്ടല്ലോ, ഈ പേജുകളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് ലൈക്കും കമൻറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോസിനെ മാത്രം എടുത്ത്, ക്യാപ്ഷനൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് ഫോട്ടോസിനെ മാത്രം എടുത്ത് ഇവർ കൊണ്ടുപോയിട്ട് അവരവരുടെ പേജുകളിലും
ഓരോ പ്രൊഫൈലുകളിലും ഇട്ടു. ഇട്ട സമയത്ത് ഈവൻ പലതിലും ഞാനൊക്കെ കാണുമ്പോൾ എൻ്റെയും സൂസൻ്റെ ഒറിജിനൽ പേരൊക്കെ മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പേരൊക്കെ കൊടുത്താണ് ഇവർ വിവാഹിതരായി ആകാൻ പോകുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോസ് അവരുടെ പ്രൊഫൈലിൽ ഇടുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതിനൊരു പക്ഷേ മനുവും കാരണക്കാരനാണ്. അവളുടെ കുറവുകളെ സ്നേഹിച്ച രാജകുമാരൻ, അവളുടെ കുറവുകളെ പ്രണയിച്ച രാജകുമാരൻ. അല്ല, അത് ആ ഫോട്ടോ സീരീസിന് ഒരു പേര് ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. അതായത് അങ്ങനെ ഒരു ക്യാപ്ഷൻ. ഇപ്പൊ ലാലേട്ടൻ മറ്റേ ജാമിന്റെ ക്യാപ്ഷൻ പറയുന്നില്ലേ, അത് നമുക്ക് ഇനി ഏത് ഉറക്കത്തിൽ വിളിച്ചു എഴുന്നേപ്പിച്ച് ചോദിച്ചാലും നമ്മളത് പറയും. അതേപോലെ ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാപ്ഷൻ, അത്ര ഞാൻ ചിന്തിച്ചു. അതിപ്പോഴും തങ്ങി അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. തങ്ങി നിൽക്കുക മാത്രമല്ല, ഇങ്ങനെ തലയിൽ വെള്ളിടി കെട്ടി എന്നൊക്കെ പറയത്തില്ല, ആ ഒരവസ്ഥ. അതൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ചതാ. ഈ പറയുന്ന പോലെ കുറച്ച് പേര് ചോദിച്ചു സൂസൻ എന്താ കുറവുള്ളത്, നിങ്ങൾക്ക് എന്താ കൂടുതലുള്ളതെന്നൊക്കെ ചോദിച്ചു. ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമോ. അവരോടായിട്ട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് ഇട്ടതല്ല. ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ വേണം. അപ്പോൾ ആലോചിച്ചപ്പോൾ ഈ ക്യാപ്ഷൻ കൊള്ളാം. ഞാൻ സൂസനോട് ചോദിച്ചു. അപ്പം സൂസന് അതൊക്കെ ആ ക്യാപ്ഷൻ കേട്ടിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേറെ ആൾക്കാരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. സൂസനെ വെച്ചൊരു സാധനം ചെയ്യുമ്പോൾ സൂസൻ അതിൽ എഫക്റ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ സൂസൻ അതിലൊരു പ്രോബ്ലം ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. സൂസനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യത്തെ 5 പേരിൽ ഒരാൾ എൻ്റെ പേരായിരിക്കും. കാരണം എൻ്റെ ഇതിൽ വന്നിട്ട് ചാറ്റിൽ വന്നിട്ട് ചാറ്റ് ചെയ്യാൻ വരുമ്പോൾ, ചേട്ടാ നിങ്ങളുടെ മനസ്സ് ഭയങ്കര വലിയ മനസ്സാണ്, നിങ്ങളെപ്പോലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലല്ല ലോകത്തിൽ തന്നെ ചുരുക്കമാണ്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, ഇതിനി യഥാർത്ഥ കല്യാണം എന്ന് ചിന്തിച്ചിട്ടാണോ അതോ ഫോട്ടോഷൂട്ടാണെന്ന് കരുതിയിട്ടാണോ ഇവർ പറയുന്നതെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അവർ നോർമലി പറയാം, അപ്പോൾ കല്യാണം കഴിച്ചതല്ലേ, അപ്പോൾ അല്ല അത് ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ ആ വെരി സെയിം സെക്കൻഡിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളായി മാറി. അതായത് നമ്മളോട് പേഴ്സണലി സംസാരിച്ചിട്ടില്ല, നമ്മൾ എന്താണെന്ന് അറിയില്ല, ഒന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഒരു ചാറ്റിൻ്റെ ഒരു നോ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കല്യാണം അല്ല എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഏറ്റവും മോശപ്പെട്ട ആളായി മാറി. തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇവിടം വരെ എത്തി സ്റ്റാറായിട്ടും വീണ്ടും പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ശരിക്കും സൂസൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിലേക്ക് വന്നത്. എല്ലാവർക്കും പ്രചോദനമാകുന്നത് അത്തരം ഒരു സൂസൻ്റെ ഒരു അതിജീവനം എങ്ങനെ സാധ്യമായി എന്നൊക്കെ അറിയുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം, ആ ആക്സിഡൻറ്റ് എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാമോ? ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഡോൺ ബോസ്കോ ഏഞ്ചൽ വാലി ധ്യാനകേന്ദ്രം ഉണ്ടായിരുന്നു. അപ്പം അവിടെ 2006 മെയ് 18 ആയിരുന്നു. അന്ന് ഞാനവിടെ ചില ദിവസങ്ങളിലൊക്കെ പ്രേക്ഷിത വേല ചെയ്യാനായിട്ട് കയറിപ്പോവായിരുന്നു. അപ്പം അന്ന് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കയറിപ്പോയതാണ്. പെട്ടെന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. അന്ന് എൻ്റെ ആങ്ങളുടെ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അവൾ അന്ന് തീരെ പൊടിയ, ഞാനും അവളും കൂടെ കയറിപ്പോയി. ഞാൻ അന്ന് വീട്ടിൽ ഗ്യാസൊന്നുമില്ല. അപ്പം ഗ്യാസിനെ കുറിച്ച് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പം ഇവള് വെളിയിൽ കളിച്ചോണ്ട് നിൽക്കുക. അപ്പം ഞാൻ പോയി ജപമാലയൊക്കെ ചൊല്ലിയിട്ട് വന്ന് കിച്ചണിലേക്ക് ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. ചായ കുടിക്കാൻ കയറിയത് അപ്പം ജെയിംസ് എന്ന് പറയുന്നൊരു ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടന് എന്നോട് പറഞ്ഞു, ഗ്യാസിൻ്റെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ചായ പകുതി ഒഴിച്ചപ്പം ഈ ചേട്ടൻ ഗ്യാസ് പിടിച്ച് ഓഫാക്കാൻ നോക്കിയത് ഓണായിപ്പോയി. അത് അന്നേരം എണ്ണച്ചട്ടി അടുപ്പായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അത്രയും കാര്യമാക്കിയില്ല. എന്നാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ലല്ലോ. എണ്ണച്ചട്ടിക്ക് തീ കയറി പിടിച്ച് കിച്ചണിൽ മൊത്തം തീയായി. എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ വാതിൽക്കൽ വരെ വന്നതാണ്. അപ്പോൾ സ്റ്റക്കായി ബാക്കിലേക്ക് തന്നെ തിരിച്ചു പോയി. അവിടെ ഒരു ഷെൽഫും അലമാരയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിടിച്ച് മറിച്ചിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കയറുന്നു. ആൾക്കാരെ എല്ലാം മാറ്റി, 45 പേരുണ്ടായിരുന്നു, അവരെല്ലാം മാറ്റി. പിന്നെ അപ്പോൾ എല്ലാം എൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ്. കൊച്ചിന് എന്നെ വല്ലതും സംഭവിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ഈ തറയിൽ ഇങ്ങനെ ഈ 5 സിലിണ്ടർ കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ചൂടും വയറൊക്കെ എരിയുമോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ പിന്നെ നിന്ന് പ്രാർത്ഥിച്ചു, ആർക്കും ഒന്നും സംഭവിക്കരുതേ എന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പം ഡോറ് മൊത്തം തീയായിരുന്നു. അപ്പോൾ അതിനോടിടയ്ക്ക് ഞാൻ അവിടെ ഒരു ജനലുണ്ടായിരുന്നു. അപ്പം ഞാൻ ജനൽ പിടിച്ച് അങ്ങോട്ട് തുറന്നിട്ടപ്പം അവിടുത്തെ കാറ്റിങ്ങോട്ട് അടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആവി അടിച്ച് വങ്ങലടിച്ചതാണ്. പിന്നെ ബോധമൊന്നും കിട്ടില്ല. അപ്പോൾ ഈ തീ
ആൾ കത്തിയ തീ ശമിച്ചപ്പോഴത്തേക്കിനും വെളിയിൽ ലിയോ എന്ന് പറയുന്നൊരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദർ അകത്ത് വന്ന് എന്നെ വലിച്ച് ചാടിച്ചു വെളിയിൽ. വലിച്ച് ചാടിച്ച് നടന്നു പോയല്ലോ ജീപ്പിലൊക്കെ കയറിയത്, ഓർമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം ഞാൻ കൊച്ചിനെ നോക്കി, പെട്ടെന്ന് നോക്കിയപ്പോൾ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കരയുക. അപ്പോൾ എനിക്ക് ആശ്വാസമായി. പിന്നെ അവിടെ പെരിയാർ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ ICU ആണ്. പിന്നെ ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു, കണ്ണൊക്കെ അടഞ്ഞുപോയി. അമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു, അച്ഛൻ്റെ അടുക്കെ പറഞ്ഞു, കൊച്ചിനെ ഇവിടെ കിടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പറ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അങ്ങനെ പുഷ്പഗിരി ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണെന്ന് അവിടെ നിന്ന് ആരണ്ടോ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ പോയി 2 മാസം അവിടെ കിടന്നു. ഈ 2 മാസത്തിനിടയ്ക്ക് 40 ദിവസം ICUലായിരുന്നു. എത്ര % ആയിരുന്നു പൊള്ളൽ? 25 ഉള്ളായിരുന്നു. അത് അവിടെ ചെന്ന് 75 ആക്കിച്ചു. അവിടെ ഈ പഞ്ഞിയും പലകയും എല്ലാം കൂടെ മൂടി പൊതിഞ്ഞ് കെട്ടി വെച്ച് കാറ്റ് കയറാതെ പഴുത്ത് അങ്ങനെ. അതിനുശേഷം പിന്നെ കേസൊന്നും കൊടുത്തിട്ടില്ല? കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 9 മാസം സാന്ത്വനം എന്ന് പറയുന്നത് കോട്ടയം ആനി ബാബു നടത്തുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കിനും ആൻറ്റിയാണ് കേസ് കൊടുത്തത്. ആൻറ്റി കേസ് കൊടുത്തു. അപ്പോൾ അവർക്ക് വക്കീലൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വക്കീലൊന്നും ഇല്ലായിരുന്നു. അപ്പം അവിടെ ചെന്ന് അങ്ങനെ 5 ലക്ഷം രൂപ ചോദിച്ചു. 5 ലക്ഷം രൂപ ചോദിച്ചപ്പോഴത്തേക്കിനും അവർ തരത്തില്ല. അപ്പം ഈ കേസിനൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനും എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ അമൃതയിൽ അന്നേരം സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുമായിരിക്കും. അപ്പോഴത്തേക്കിനും കുറേ ആയപ്പോഴത്തേക്കിനും ഞാൻ ആൻറ്റിയുടെ അടുക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ സക്കീന എന്ന് പറയുന്നൊരു ചേച്ചിയായിരുന്നു പൊക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ ആൻറ്റി കേസിനൊന്നും പോകണ്ട ഇനി, അപ്പോൾ അത് നിർത്തി വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കേസ് നിർത്തി. അപ്പോൾ 25,000 രൂപയുടെ എഴുതി വെച്ചു. ഞാൻ മേടിച്ചില്ല. 25,000 രൂപ കിട്ടിയിട്ട് യാതൊരു പ്രയോജനമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പോയ ആ ഒരു വണ്ടിക്കൂലി പോലും കിട്ടിയില്ല. അതിനുശേഷം ഈ സർക്കാരിലൊക്കെ അപേക്ഷ കൊടുക്കുകയാണ്, നിങ്ങൾക്കൊരു വക്കീലിനെ തയ്യാറാക്കാനൊക്കെ അത് എന്നോട് പലരും ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വക്കീലിനെ വെച്ചാൽ വേണമെങ്കിൽ റീഓപ്പൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അതിനൊന്നും പോയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെ ദൈവം തന്നെ എന്തെങ്കിലും വഴി തുറന്ന് തട്ടെന്ന് വിചാരിച്ചു. ആദ്യം അതിനുശേഷം കണ്ണാടി നോക്കിയത് എപ്പോഴാണ്? അപ്പോൾ ശരിക്കും മുഖമൊക്കെ എങ്ങനെയായിരുന്നു? അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്? ആനി എന്ന് പറയുന്നൊരു നേഴ്സ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്ന ICUവിൽ. ഒരു പ്രാവശ്യം അച്ഛനൊക്കെ എന്നെ കാണാനായിട്ട് വെളിയിൽ വന്ന് നിൽക്കുക. അപ്പം എനിക്ക് ചോറ് വാരി തന്നുകൊണ്ടിരിക്കുക പുള്ളിക്കാരി. അപ്പം എന്നോട് പറഞ്ഞു, സൂസ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക, സൂസന് ഇവിടെ ഇരുന്നോണം, കണ്ണാടി വലിയ മിറർ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, അപ്പം മിററിനകത്ത് നോക്കല്ലെന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞാൽ നോക്കാവുള്ളൂ പറഞ്ഞു. പുള്ളിക്കാരി വിചാരിച്ചു എനിക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഞാൻ അവിടെ കിടന്ന് കരയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞു, പോയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ നോക്കല്ലെന്ന് പറഞ്ഞു, വിശ്വാസക്കുറവ് പോലെ. ഞാൻ പറഞ്ഞില്ല, പോയിട്ട് വാ. പുള്ളിക്കാരി പോയപ്പോഴത്തേക്കിനും 6 മാസം വരെ കാത്തിരിക്കണമല്ലോ, എന്നാ ഒന്ന് നോക്കിയേക്കാം. നമ്മുടെ മുഖം കാണാൻ വേണ്ടി 6 മാസം 6 മാസം കാത്തിരിക്കണം. എൻ്റെ മുഖം കാണാനായിട്ട് 6 മാസം എനിക്ക് പറ്റത്തില്ല. അത് കാരണം പുള്ളിക്കാരിയോട് പറയാം, പോയിട്ട് വരുമ്പോഴത്തേക്കിനും ഞാൻ നോക്കിയിട്ട് വന്നിരിക്കാന്ന് ഓർത്താണ്. അപ്പം അതൊക്കെ ഇറങ്ങി ഞാൻ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, സങ്കടമോ ഒന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഈ മുടി കറുത്തിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിപ്പുണ്ട് കളറ്. പക്ഷേ എൻ്റെ മൂക്കും മുഖം അങ്ങനെ ഇരിപ്പുണ്ട്. ഷേപ്പ് വ്യത്യാസം ഒന്നുമില്ല, കളറ് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലോർത്തു, ഇത്രയല്ലേ ഉള്ളോ ദൈവമേ, ഈ കളർ വ്യത്യാസമല്ലേ ഉള്ളോ, അതെ നിസ്സാരം, ഈ കറുപ്പൊക്കെ അങ്ങ് മാറും, വീണ്ടും കളർ വരും എന്നോർത്തു. കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു റൂമിലോട്ട് മാറ്റണമെന്ന്. അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കണ്ണാടിക്കകത്ത് നോക്കിയപ്പോൾ എൻ്റെ മുഖമൊക്കെ അങ്ങ് വികൃതമായിട്ടിരിക്കുന്നത്. എന്നാൽ രാവിലെ ഇവരെ എഴുന്നേൽപ്പിച്ചിട്ട് ഒരച്ചങ്ങ് കുളിപ്പിക്കും, പച്ച വെള്ളത്തിൽ, ഐസ് പോലത്തെ വെള്ളമാണ്. അങ്ങനെ കുളിപ്പിച്ച് പനി കൂടി
മൂക്കൊക്കെ അങ്ങ് പോയി. 2 ദ്വാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തു, ആ നല്ലതായിട്ടിരുന്ന കോലം ഇങ്ങനായി. നമ്പുരാനെ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്നെ അങ്ങ് എടുത്തേക്ക്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞായിരുന്നു. പിന്നെ ഒരുപാട് നാൾ അത് ഒന്ന് മനസ്സിൽ ഒരിച്ചിരി ഇതൊക്കെ കിട്ടണമെങ്കിൽ ഒരു 2-2.5 വർഷം പിടിച്ചു. ഒരുപാട് അനുഭവിച്ചു അതിനോടിടയ്ക്ക്. അതുകൊണ്ടാണോ ഒരുപക്ഷെ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും പാടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് ജീവിക്കാൻ കഴിയുന്നൊരു ഊർജം കിട്ടിയത്? പണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ചിലപ്പം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, പക്ഷെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ നടക്കാൻ പ്രയാസമാണ്. പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് നമുക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ സൂസന് വേണ്ടിയിട്ട് സൂസൻ പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതെന്താ അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ? എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, പക്ഷെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് നടക്കത്തില്ല. അല്ലെ, ഇതൊക്കെ ഇത്രയും ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഒരു കരുത്ത് ശരിക്കും ഇടുക്കിയിലാണ് താമസം. അവിടെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ജീവിച്ചത് കൊണ്ടാണോ? ഇടുക്കിയിലായതുകൊണ്ടായിരിക്കും. അല്ല, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു കിണർ അച്ഛനുമായിട്ട് ചേർന്ന് വീടിന്റെ മുൻപിൽ കുത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ അപകടം നടക്കുന്നതിന് മുന്നാണോ ശേഷമാണോ? ഇല്ല, അപകടം നടന്നു കഴിഞ്ഞു. അതെങ്ങനെയാ? അതന്ന് എങ്ങനെയാണെന്നറിയത്തില്ല. അല്ല, ആ അപകടം കഴിയുമ്പോൾ ശരിക്കും അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു കൈയൊക്കെ? എനിക്ക് ഒരു സ്പൂൺ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ഇങ്ങനെ കഴിയുമ്പം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എന്ന് വെച്ചാൽ അമ്മയൊക്കെ ഇങ്ങനെ, അമ്മ കുളിപ്പിക്കണം, അമ്മ കുളിക്കാനായിട്ട് ബാത്റൂമിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി നിന്നപ്പോഴത്തേക്കിനും വെള്ളം എടുക്കാനായിട്ട് വെള്ളമെല്ലാം എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം കൈയൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കുക, കൈ ഇങ്ങനെ ഇരിക്കുന്നേ, ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മ വരുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ മാറിപ്പോയിട്ട് സോപ്പൊക്കെ ഇരിക്കുന്നിടത്ത് പോയി ചകിരി എടുക്കാൻ നോക്കിയിട്ട് ഫസ്റ്റ് പോയി, തെന്നിപ്പോയി. പിന്നെ കപ്പെടുത്തു, പതുക്കെ കപ്പെടുത്തിട്ട് ഇച്ചിരി വിലക്കുറവായിരുന്നു. പിന്നെ പിടിച്ച് കപ്പെടുത്ത് വെച്ചപ്പോഴത്തേക്കിനും എടുക്കാൻ പറ്റുന്നുണ്ട് എന്നോർത്ത് അങ്ങനെ പിന്നെ ഞാൻ ഒരു വിധത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് തൊട്ട് ഞാൻ, അമ്മ ഇല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ മീൻ അച്ചാച്ചൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, മത്തി. അത് ഞാൻ കത്തി ഇവിടെ വെച്ചിട്ട് ഞാൻ കുത്തിവെച്ചിട്ട് വെട്ടി. അമ്മ വന്നപ്പോഴത്തേക്കിനും മീൻ വെട്ടി വെച്ചു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്യും. ശരിക്കും ഇപ്പൊ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നുണ്ട്. എത്ര തൊഴിലുറപ്പിന് പോയി? ഞാനും അമ്മയും കൂടെ ആദ്യത്തെ തൊഴിലുറപ്പിനൊക്കെ 50 മണി വെച്ച് ചെയ്തതാ. അതായത് കപ്പെടുക്കാനും ചകിരി എടുക്കാനും ബുദ്ധിമുട്ടിയ ആളാണ് ഈ പറയുന്നത്. പിന്നെ ഇപ്പൊ തുമ്പ വെച്ച് കളയ്ക്കും. ഇത് മനുവിന് ആരാധന തോന്നിയതോ മറ്റുള്ളവർക്ക് ആരാധന തോന്നിയാൽ ഈ പാട്ടിന്റെ പ്രശ്നം മാത്രമല്ല ഉള്ളത്. വലിയൊരു കഥയുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഈ പാട്ട് കൊണ്ടാണ് നമ്മളൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഒരുപാട് കഥ കേൾക്കാനുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു പാട്ടും കൂടെ പാടാവും. മണ്ണിൽ വീഴും മഴത്തുള്ളിയിൽ വെണ്ണിൻ സ്വപ്നങ്ങളായിരുന്നു, കൈനീട്ടിയൊന്നു തൊടാ മാനത്തു നോക്കി നടന്നു മെല്ലെ, പിൻവിളി ഉച്ചത്തിൽ കേൾക്കും വരെ എന്ന സ്വപ്നം നനഞ്ഞു രസിച്ചു നിൽക്കും. മണ്ണിൽ വീഴും മഴത്തുള്ളിയിൽ വെണ്ണിൻ സ്വപ്നങ്ങളായിരുന്നു, കൈനീട്ടിയൊന്നു തൊടാ മാനത്തു നോക്കി നടന്നു മെല്ലെ, പിൻവിളി ഉച്ചത്തിൽ കേൾക്കും വരെ എന്ന സ്വപ്നം നനഞ്ഞു രസിച്ചു നിൽക്കും. അതായത് ഈ പാട്ട്, നിങ്ങളുടെ ക്യാപ്ഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് കല്യാണം കഴിക്കൂലേ എന്നൊക്കെ ചോദിക്കാനേ നമുക്ക് തോന്നുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഈ അതിജീവനത്തിന്റെ കഥയെ കേട്ടപ്പോൾ സാധാരണ ഒരു ഫോട്ടോഷൂട്ടിന് അപ്പുറത്തേക്ക് ഈ വ്യക്തിയോട് തോന്നിയ ഒരു ആരാധന എത്രത്തോളമായിരുന്നു? നമുക്ക് സൂസൻ ഇങ്ങനെ പുറമേ കാണുമ്പോൾ ഉള്ള ഒരു ഇതല്ല ഞാൻ പറയുന്നത്, സ്റ്റോറി എല്ലാവർക്കും അറിയത്തില്ല. അപ്പോൾ ആ സ്റ്റോറി കേൾക്കുമ്പം ശരിക്കും അതൊന്നും അറിയാതെയാണ് പലരും കുറ്റം പറയുന്നത്.
പല കാര്യത്തിലും കുറ്റം പറയുന്നത്. പക്ഷേ ഈ സ്റ്റോറിയൊക്കെ കേട്ട് കഴിയുമ്പം സൂസൻ ചെയ്ത ഈ ഫോട്ടോഷൂട്ടൊന്നുമല്ലാന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് കുറേ കാലമായിട്ട് ഡെപ്തിൽ അറിയാവുന്നതുകൊണ്ട് ലൈഫിനെ കുറിച്ച് അറിയാം. എനിക്ക് തോന്നുന്നു സൂസൻ ലൈഫിലല്ലാതെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളാണ്. ഫിനാൻഷ്യലി ആണെങ്കിലും ഇപ്പോഴും ഒരുപാട് സംരംഭങ്ങളിലൊക്കെ കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വന്നിട്ട് അവരൊക്കെ അവരുടെ മാത്രം നേട്ടം എടുത്തിട്ട് പോയ ഒരുപാട് ഇത് സൂസൻ്റെ ലൈഫിലുണ്ട്. അപ്പം അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒന്നുമല്ല. ഈവൻ സൂസൻ്റെ ടാലൻറ്റ് വെച്ചിട്ടാണെങ്കിലും ഈവൻ ആ ഫോട്ടോഷൂട്ടിൻ്റെ ബേസിലാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനു മുമ്പ് പാട്ടുകളിലൂടെ മാത്രമേ നമുക്ക് സൂസനെ അറിയത്തുള്ളായിരുന്നു. സൂസൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊന്നും പബ്ലിക്കിന് അറിയത്തില്ല. അപ്പം ഇതുവഴി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തപ്പം നമുക്ക് കിട്ടിയ വേറൊരു ലക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ സൂസൻ റീസെൻ്റായിട്ട് ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു മോഡലായിട്ട് അവരുടെ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സൂസന് കൊടുത്തത്. കാരണം സൂസനെ ഒരു മോഡലായിട്ട് ഫ്രണ്ടിലേക്ക് പ്ലേസ് ചെയ്യാമെന്ന് ഒരുപാട് മോഡലിംഗ് കമ്പനീസിന് മനസ്സിലായി. ഈവൻ റാംവാക്കിന് ഉൾപ്പെടെ പല ആൾക്കാരും സൂസനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കോവിഡ് സിറ്റുവേഷൻ എല്ലാവർക്കും എനിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആഗ്രഹിച്ച ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ നടക്കത്തില്ല. മനുവിന്റെ കല്യാണം മുടങ്ങിയല്ലേ? അതൊരു ഇങ്ങനെ പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഫോട്ടോഷൂട്ടിന്റെ ബേസിൽ അവരത് കണ്ടപ്പം അവർക്ക് കൺഫ്യൂഷൻ. മീൻസ് യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞതാണോ, യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞതാണോ രണ്ടാം കെട്ടാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പം നമ്മൾ അല്ലാന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരോട് അവരും ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോൾ അവർ പറയാം അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവം ഇല്ലാതിരിക്കില്ലല്ലോ അങ്ങനെ പറഞ്ഞാണ് പിന്നെ അത് മാറിപ്പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു മാറിപ്പോയത് ഒരു കണക്കിന് നന്നായി. നമുക്കത് നടന്നതിന് ശേഷം ഇതുപോലെ ഒരു സംഭവം വന്നിട്ടായിരുന്നെങ്കിൽ അപ്പോൾ നമ്മുടെ അടുത്ത് ചെയ്യണ്ടെന്ന് പറയില്ല. ഞാനിങ്ങനെ ഒരു സാധനം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു പ്രോജക്റ്റ് എൻ്റെ ഒരു അടുത്ത പ്രോജക്റ്റ് ഇതാണെന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്ത് പറയും, അയ്യോ ആ പ്രോജക്റ്റ് ചെയ്യേണ്ടത് നല്ലതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അപ്പോൾ നമ്മളെ അന്നേരം അവർ പുറകോട്ട് പിടിച്ചു വലിക്കും. അപ്പോൾ അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പ്രപ്പോസൽ നടക്കാതിരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഈ കല്യാണം നടക്കാതിരുന്നതിൽ മനുവിന് സന്തോഷമുണ്ട്. ഈ കല്യാണം ഇപ്പൊ നടക്കാതെ വൈകുന്നതിൽ എന്താണ് ആറ്റിറ്റ്യൂഡ്? അല്ല, അപകടത്തിന് തൊട്ട് മുൻപ് കല്യാണാലോചനകൾ തകൃതിയായിട്ട് നടക്കായിരുന്നു. അല്ല, എപ്പോഴും പറയുന്നുണ്ട്, ചോദിക്കുന്നവരുണ്ട്. സൂസന്റെ ലൈഫിൽ പലതും ഇങ്ങനെ എന്താ പറയുന്നത് ഓൾ ഓഫ് ഓൺ എ സഡൻ ഒരു സർപ്രൈസ് പോലെയല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മള് അങ്ങനെ ഒരു സംഭവമാണ് വിവാഹത്തിന്റെ കാര്യത്തിലും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാന് വിവാഹം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പേടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ഒരുപാട് സൗന്ദര്യം ഉണ്ടായിട്ട് കൂടെ ഇപ്പം ഒരുപാട് ഡൈവേഴ്സ് നടക്കുന്നത് എനിക്ക് ഒരുപാട് പെൺപിള്ളേരെ അറിയാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ തന്നെ. അപ്പം അങ്ങനെ ഓർക്കുമ്പോഴത്തേക്കിനും പേടിയുണ്ട്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ നമുക്ക് എങ്ങനെയാന്നൊക്കെ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം കൊണ്ടും എനിക്ക് എന്നെ സ്നേഹിക്കണം. ഈ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നേരത്തെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചതും ആരാധിച്ചതുമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. കുറെ ഫാൻസ് ഫാൻസിന് മുൻപ് അതേ പറ്റിയിട്ട് ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇന്നത്തെ ഫാൻസ് അന്നത്തെ ഫാൻസ് അല്ല, ഇന്നത്തെ ഫാൻസാ 25 മുൻപുള്ള. അതിപ്പോ പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കെട്ടിക്കുട്ടികളൊക്കെ ആയതാ. വെറുതെ അവരുടെ ലൈഫൊക്കെ ഞാൻ കാരണം പൊളിഞ്ഞു പോകണ്ടല്ലോ. അന്ന് ഈ ലെറ്ററൊക്കെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രപ്പോസലൊക്കെ വരുന്ന സമയത്ത് മാറ്റി വെച്ചവരിൽ ആരെങ്കിലും പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു? ലെറ്ററോ? അങ്ങനെയൊന്നുമില്ല. ലെറ്ററൊക്കെ എഴുതി തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഡെസ്കിലൊക്കെ ലെറ്റർ ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ട് ഡെസ്കിന്റെ പുറത്ത് കൊണ്ടുവച്ച ഒരു വ്യക്തിയുണ്ട്. ഈ അപകടത്തിന് ശേഷം അങ്ങനെ ആരെങ്കിലും ഈ അപകടത്തിന് ശേഷം വന്നിട്ടുണ്ടോ? ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് വിളിക്കും, പലരെയും എടുക്കാറില്ല. ഇപ്പൊ മനു വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് എടുക്കാറ്? അത് ഈ ചൊറിയന്മാരിപ്പം കൊച്ചു പിള്ളേരും ഒക്കെ വിളിക്കുന്ന അത് നമുക്കറിയാലോ. എനിക്കറിയില്ല. അതിനുശേഷം ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി, ഒരുപാട് സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പോഴൊക്കെ മനസ്സിനകത്ത് എന്തായിരുന്നു തോന്നിയിരുന്നത്? അത് മുൻപ് ആയിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഒരിക്കലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ പുള്ളിയത് കൊണ്ടായിരിക്കാം
എനിക്കൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ഇത്രയെങ്കിലും ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനത് ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്കൊരു എറണാകുളത്തൊരു ജോലി, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് എനിക്ക് സങ്കടം. എത്രയോ പേരുണ്ട് ഇപ്പം എൻ്റെ ഈ ഇത് സിനിമാ നടന്മാർ വരെ കണ്ടിട്ടുണ്ട്, വേറെ ആരും ചെയ്യണ്ട. പക്ഷെങ്കിൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ജോലി. പാട്ട് പാടി വൈറലായി, കോമഡി ഉത്സവത്തിൽ പോയി, ഒരുപാട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷെങ്കിൽ എല്ലാവരും ശരിയാണ്, സൂസൻ ഭയങ്കര സെലിബ്രിറ്റിയാണ്, ഫേമസ് ആണ് പറയുമ്പം പറയും. പക്ഷെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ലേ. നമുക്ക് പ്രതീക്ഷ വെക്കാം ഈ ഇൻ്റർവ്യൂ കാണുന്നവരാരെങ്കിലും ഒക്കെ സൂസനെ സഹായിക്കും എന്ന് ഞങ്ങളും കരുതുന്നുണ്ട്. അപ്പോൾ സൂസൻ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇനിയും വരും. സൂസൻ അടുത്ത് സിനിമയിൽ പാടണമെന്ന് മോഹമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അതാർക്കാ ഇല്ലാത്ത? അഭിനയിക്കണമെന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ ഇപ്പോൾ ഇരിക്കുന്ന മുഖത്തിന്റെ ഒരവസ്ഥ മാറി മറ്റൊരു തരത്തിൽ ഇത് ഒത്തിരി ഒന്നും ആകണ്ട. എനിക്ക് പണ്ടത്തെ സൗന്ദര്യം വേണ്ട. എനിക്ക് ചെറുതായിട്ട് ആ മൂക്കൊന്ന് ഷേപ്പ് ആക്കണം, ചെറുതായിട്ട് മതി, അത്രേ ഉള്ളൂ. അല്ല, അതിനുള്ള എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ പ്രോസസ്? അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഈ മുഖം മനസ്സിൽ ഓർക്കുന്നത് പണ്ടത്തെ ആ മുഖമാണോ അത് ഇന്നത്തെ ഈ മുഖമാണോ? അതെ, ഇപ്പൊ ഞാൻ ആ മുഖമൊക്കെ വലുതായിട്ട് മറന്നു പോയിക്കൊണ്ടിരിക്കുക. ഫോട്ടോ കാണുമ്പോഴാ സൂസനാണോ? അല്ല, ആ സൂസനെ ഈ സൂസനെ എപ്പോഴെങ്കിലും കമ്പയർ ചെയ്യുമോ? ഇല്ല, എനിക്കിപ്പോ എന്നോട് ഇഷ്ടമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റിയത്. അതെ, തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലൊക്കെ കല്യാണം കഴിച്ച് എവിടെയെങ്കിലൊക്കെ ഇടിയും ചവിട്ടൊക്കെ ഫൈറ്റ് ഒക്കെ ആയിട്ടിരുന്നു കുടിച്ചിട്ട് വന്നിട്ട് ഇടിയും കുത്തും ചവിട്ടും, കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാനും അങ്ങനത്തെ ഒരു ചില കൂട്ടുകാരികളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നീ ഭാഗ്യവതിയാടി, ഒരു കണക്ക് പറഞ്ഞ കല്യാണം കഴിക്കാൻ സ്നേഹിച്ച് കെട്ടിയവര്. അതന്നെ, ഞങ്ങളൊക്കെ ഓർക്കുമായിരുന്നു, നീ ഭയങ്കര ഭാഗ്യവതിയാ, അടിച്ചോടെ നടക്കാലോ. ഈ ഇത്രയൊക്കെ ബോൾഡായിട്ടുള്ളൊരു പെണ്ണ് മുമ്പിൽ വന്ന് ഇതിനു മുമ്പ് സംസാരിക്കുന്നതും ഇത്രയും കാര്യങ്ങൾ പ്രതിസന്ധി മറികടന്ന് വരുന്ന ഒരു പെണ്ണിനെയും മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? ചെന്ന് കണ്ടപ്പോഴാണ് അയ്യോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫിലുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ. കാരണം നമ്മളെപ്പോഴും സൂസനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നേരിട്ട് ഫോണിൽ സംസാരിക്കാൻ നമ്മളൊന്നും അറിയുന്നില്ല, അല്ലാതെ നമ്മൾ മീഡിയയിലൂടെ കാണുമ്പോൾ ഒരു കളർഫുൾ സൂസനെയാണ് കാണുന്നത്. അതല്ല സൂസൻ്റെ ശരിക്കുള്ള ലൈഫ് എന്ന് പറയുന്നത്. കാരണം കുറച്ചും കൂടെ ഒരു ട്രാജിക് ഒരു പാത്തും കൂടി ഉണ്ട് ലൈഫിന്. അതാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ പബ്ലിക്കിന് അതറിയത്തില്ല. ഫാമിലിയിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സൂസൻ അത്ര ഫാമിലിയിൽ നിന്നൊന്നും വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്ത ഒരാളാണ്. മീൻസ് ഈ പറഞ്ഞ പോലെ മീഡിയ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോൾ സൂസൻ്റെ തീരുമാനങ്ങൾക്ക്, ഇവൻ പാടാൻ പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിലും സൂസൻ്റെ സ്വന്തം താല്പര്യമാണ് കൂടുതൽ അതിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സൂസൻ ഇത്രയും ഫ്രണ്ടിലേക്ക് വന്നത്. കാരണം ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈവൻ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ പോലും നോ പറയുമ്പോൾ അത് കേട്ടിട്ട് അവിടെ ഇരിക്കുകയായിരുന്നെങ്കിൽ സൂസൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് ലോകം അറിയത്തില്ല. സൂസൻ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുടുംബത്തിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു പാട്ടും കൂടെ പാടാം. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, എനിക്കേനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. ഈ സൂസന്റെ മനസ്സിലെ സങ്കല്പത്തിലെ വരൻ ഇങ്ങനെ കാക്കപ്പുള്ളിയൊക്കെ വെച്ചിട്ട് ഉള്ളൊരു വരനാണോ മനസ്സിലുള്ളത്? അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാവില്ലേ? എന്നെ ഇഷ്ടപ്പെടുന്നേ, എൻ്റെ ഈ മനസ്സ് ഇഷ്ടപ്പെടുന്നേ ഒരാളെ മതി എനിക്ക്. ഒരുപാട് സൗന്ദര്യമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കണം, ഞാൻ പറഞ്ഞില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യണം.
പിന്നെ എന്നെ അതിന് പോകണ്ട ഇതിന് പോകണ്ട അങ്ങനൊന്നും പറയാൻ പാടില്ല. എൻ്റെ പാട്ട് അതെനിക്കിപ്പം ഇതാ, എനിക്ക് എൻ്റെ പാട്ടും പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരാൾ വീട്ടുകാരുമായിട്ട് അത്ര ചിലരുമായിട്ടൊക്കെ അത്ര ചേർച്ചയിലല്ല എന്ന് കേട്ടു. അതൊരു ആഗ്രഹമാണ്, എല്ലാവരും കൂടെ ഒരുമിക്കണമെന്നൊക്കെയുള്ള സൂസൻ്റെ ഒരു ആഗ്രഹമാണ്. എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് മതി. അല്ല, ഇങ്ങനെയൊക്കെ ഒരു അപകടത്തിൽ നിന്ന് കയറി വന്നിട്ടും പിടിച്ചു കയറി വന്നിട്ടും സൂസന് വേണ്ടിയിട്ട് അത്രയൊക്കെ ചെയ്യാൻ അവർക്കൊരു മനസ്സ് വരാത്തതിന് ഒരു സങ്കടം തോന്നിയിട്ടില്ല? എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ എന്നറിയത്തില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പോലെയൊക്കെ തോന്നുന്നത്. പിന്നെ ഒരു കൂട്ട് വേണം. പിന്നെ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെനിക്കൊരു സങ്കടമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാനിതുവരെ ആരോടും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കല്യാണം നടക്കത്തില്ല, നിനക്ക് കല്യാണമില്ല, കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ സൂസൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമോ? ഇല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. എന്താ പറയുക, ചിലപ്പോൾ ഒരു എനിക്ക് അങ്ങനെ കാണുമോ എന്നെനിക്കറിയില്ല, അങ്ങനെ ഒരു ജീവിതം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നിട്ടും ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് എവിടെ നിന്നാണ് ഇത്രയും ശക്തി കിട്ടുന്നത്? തമ്പുരാൻ തരുന്നതായിരിക്കും. സൂസന് വേണ്ടിയിട്ട് സൂസൻ പ്രാർത്ഥിക്കാറില്ല? പ്രാർത്ഥിക്കാറില്ലെന്നല്ല, പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെങ്കിൽ നടക്കാറില്ല. അതാണ്. എനിക്ക് സൂസൻ ഒരു ഹെൽപ്പ് ചെയ്ത് തരണം. എന്താണെന്നറിയാം, എൻ്റെ അടുത്ത ഫോട്ടോഷൂട്ടിൽ നയൻതാര വേണമായിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കും. രണ്ടുപേരും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇനിയും ചോദിക്കും, നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നൂടെ എന്ന് ചോദിക്കും. അത് വിവാഹം എന്നുള്ള അർത്ഥത്തിൽ ഒരുമിക്കണമെന്നല്ല, ഈ പറയുന്ന രീതിയിൽ പരസ്പരം ആശ്രയിക്കുന്ന രണ്ടുപേരെന്നുള്ള അർത്ഥത്തിൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ എനിക്കും ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം സൂസൻ്റെ എനർജി എന്ന് പറയുന്നത് ഭീകരമാണ്. അതേപോലെ തന്നെ മനുവിനെ പോലെയും എന്നെ പോലെയുള്ള ഒരുപാട് ആരാധകരെയും ഇനിയും ഉണ്ടാക്കുക, മുന്നോട്ട് പോവുക, സിനിമയിൽ അഭിനയിക്കുക, ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുക. അവര് വിളിച്ചാൽ തീർച്ചയായിട്ടും പോകും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വന്നതിന് രണ്ടുപേർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.